ഫസ്റ്റ് y പാരാമീറ്ററിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. അപ്പോൾ നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് y പാരാമീറ്റേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി നമ്മൾ സെറ്റ് പാരാമീറ്റേഴ്സിൽ ഒരു ടി നെറ്റ്വർക്ക് തന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എങ്ങനെയാണ് സെറ്റ് പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ y പാരാമീറ്റേഴ്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ഇത്. അപ്പോൾ ഇതിൽ ഈ സർക്യൂട്ടിൻ്റെ ഷേപ്പിനെ നമ്മൾ പൈ നെറ്റ്വർക്ക് എന്നാണ് പറയുക, അല്ലേ? പൈ എന്ന് പറഞ്ഞ ഷേപ്പ്. അപ്പോൾ ഒരു പൈ ഷേപ്പിലുള്ള നെറ്റ്വർക്ക് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈസി ആയിട്ട് y പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കാം. നോക്കിയേ, ഇതിൻ്റെ ഷേപ്പ് കണ്ടോ? 2 ലെഗ്സ് ഉണ്ട്, പൈ ഷേപ്പാണ്. അപ്പോൾ ഈ പൈ ഷേപ്പ് ആണെങ്കിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് y പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന യൂണിറ്റ്സ് ശ്രദ്ധിക്കാം. കിലോ ഓംസിലാണ് തന്നിരിക്കുന്നത് എല്ലാ റെസിസ്റ്റൻസുകളും. അപ്പോൾ കിലോ ഓം ആവുമ്പോൾ എന്തിൻ്റെ യൂണിറ്റാണ്? ഇമ്പിഡൻസിൻ്റെ യൂണിറ്റാണ്, അല്ലേ? ഇമ്പിഡൻസ് ആണ് നമ്മളെപ്പോഴും ഓമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ y അഥവാ ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ അഡ്മിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോ എന്ന് പറയും. നമ്മൾ മോ ഓർ ഓം ഇൻവേഴ്സ് എന്നൊക്കെ പറയും. സോ അപ്പോൾ ആ തന്നിരിക്കുന്ന യൂണിറ്റ് ഇതെല്ലാം, അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം ഇമ്പിഡൻസസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനെ വൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അതിനെ റെസിപ്രോക്കൽ എടുത്തിട്ട്, y എന്ന് പറയുന്നത് സെഡിൻ്റെ റെസിപ്രോക്കലാണ്. സോ ഈ എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും റെസിപ്രോക്കൽ എടുത്ത് നമുക്കതിനെ അഡ്മിറ്റൻസസ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ 1ൻ്റെ V1 V2 ഒക്കെ മാർക്ക് ചെയ്യാം. ഇൻപുട്ട് പോർട്ടിൽ V1, ഔട്ട്പുട്ട് പോർട്ടിൽ V2. 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെയാണ്. കിലോൻ്റെ റെസിപ്രോക്കൽ എന്ത് വരും? 1/1000 എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്. അതായത് ഇത് 10⁻³ മോ എന്ന് വരും. യൂണിറ്റ് ഓമിൻ്റെ ഇൻവേഴ്സ് മോ. ഇനി 2ൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 0.5 വരും. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു കിലോൻ്റെ 10⁻³ മോ എന്ന് കിട്ടും. ഇനി 1/5ൻ്റെ 0.2 വരും. 0.2 ഇൻറ്റു 10⁻³ മോ എന്ന് വരും. ഇതാണ് 3 അഡ്മിറ്റൻസസ് തന്നിരിക്കുന്ന സർക്യൂട്ടിൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ഓമിലാണെങ്കിൽ മാത്രം ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം. ഡയറക്റ്റ്ലി മോയാണ് തന്നിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്റ്റെപ്സിന് പറയാൻ പോകുന്ന സ്റ്റെപ്സ് മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ യൂണിറ്റ് നോക്കിയിട്ട് വേണം അത് ഡിസൈഡ് ചെയ്യാൻ. പിന്നെ ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന മെത്തേഡ് AC സർക്യൂട്ടിലായാലും DC സർക്യൂട്ടിലായാലും ഒരുപോലെ അപ്ലിക്കബിൾ ആണ്. AC-ലാവുമ്പോൾ ജസ്റ്റ് 6 ആംഗിൾ തീറ്റ എന്നുള്ള ഫോർമാറ്റിലോ അല്ലെങ്കിൽ J എന്നുള്ളൊരു ഫോർമാറ്റിലൊക്കെ ആവും തരാമെന്ന് മാത്രം. പക്ഷെ പറയാൻ പോകുന്ന മെത്തേഡ് ഒരുപോലെ അപ്ലിക്കബിൾ ആണ്. ഇനി നമുക്ക് ആദ്യം തന്നെ y11 കണ്ടുപിടിക്കാം. അപ്പോൾ ഒരു പൈ നെറ്റ്വർക്ക് ആണെങ്കിൽ മാത്രമാണ് ഈ പറയാൻ പോകുന്ന മെത്തേഡ് അപ്ലിക്കബിൾ ഉള്ളൂ. സെഡിൽ ടി നെറ്റ്വർക്ക് ആണെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞു. അതുപോലെ ഇവിടെ y പാരാമീറ്റേഴ്സിൻ്റെ കേസിൽ പൈ ഷേപ്പിലുള്ള അല്ലെങ്കിൽ പൈ നെറ്റ്വർക്ക് ആണെങ്കിൽ മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്, ഈസി മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 2 നോഡ്സ് കൺസിഡർ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് നോഡ്, അല്ലേ? നോഡ് എന്ന് പറയുമ്പോൾ 2 പാത്തെങ്കിലും, അറ്റ്ലീസ്റ്റ് 2 പാത്തെങ്കിലും ഉള്ളൊരു പോയിൻ്റാണ് നമ്മൾ നോഡായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതൊരു നോഡ്, ഇതൊരു നോഡ്. നോഡ് 1, നോഡ് 2. അപ്പോൾ ഫസ്റ്റ് നോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള 2 അഡ്മിറ്റൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 0.2ഉം 10⁻³ അതിന് രണ്ടിൻ്റെ സമ്മാണ് y11. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇത് 1ഉം ഇത് 0.2, 1 + 0.2, അതായത് 1.2 ഇൻറ്റു 10⁻³ മോ എന്ന് വരും. അതാണ് നമ്മുടെ y11. സഫിക്സ് നോക്കാം, 1 എന്നാണ്. അതായത് ഫസ്റ്റ് നോഡ് മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ എന്നർത്ഥം. 2 1 അല്ലേ? അപ്പോൾ സഫിക്സിൽ നോക്കിയിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1 ആണെങ്കിൽ ഫസ്റ്റ് നോഡിൻ്റെ ക്വാണ്ടിറ്റീസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നോഡിലേക്ക് ഇപ്പോൾ 2 എണ്ണം ഉള്ളതുകൊണ്ട് ഫസ്റ്റ് നോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള 2ൻ്റെയും സമ്മ്. ഇനി അതുപോലെ y12ഉം y21ഉം നോക്കാം. ഇപ്പോൾ നമ്മൾ സെറ്റ് പാരാമീറ്ററിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെയും y പാരാമീറ്ററിനും y12ഉം y21ഉം സിമെട്രിക് ആയിരിക്കും. ഡിപ്പെൻഡൻസ് സോഴ്സസ് ഇല്ലാത്ത സർക്യൂട്ട്സിലൊക്കെ ഓൾമോസ്റ്റ് y12ഉം y21ഉം സിമെട്രിക് ആയിരിക്കും. അപ്പോൾ നമുക്ക് y12ഉം y21ഉം അറ്റ് എ ടൈം കണ്ടുപിടിക്കാം. ഇനി y12ഉം y21 എടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ കൺസിഡർ ചെയ്യണം. അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സിൽ നമ്മൾ 1 റെസിപ്രോക്കൽ എടുക്കുന്നല്ലേ. അപ്പോൾ ഒരു നെഗറ്റീവ് സൈൻ കൺസിഡർ ചെയ്യണം. അത് ആ ഡയറക്ഷൻ കാരണമാണ്. കാരണം നമ്മൾ ശരിക്കും ഇപ്പോൾ മെഷീൻ നോഡ് അനാലിസിസ് ഒന്നും ഫോളോ ചെയ്യേണ്ട എളുപ്പത്തിലാണ് ചെയ്യുന്നത്. ശരിക്കും അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് നെഗറ്റീവ് സൈൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ കൺസിഡർ ചെയ്യണം. നെഗറ്റീവ് എടുത്തിട്ട് പിന്നെ ശ്രദ്ധിക്കുക, y12 ഓർ y21 അതിൻ്റെ സഫിക്സ് നോക്കിയേ, 1 ഉണ്ട് 2 ഉണ്ട്. അതായത് ഫസ്റ്റ് നോഡും പെടും സെക്കൻഡ് നോഡും പെടും. അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നോഡിന് കോമൺ ആയിട്ടുള്ള അഡ്മിറ്റൻസ് ആരാണോ അതാണ് y12 ഓർ y21. ഇപ്പോൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നോഡിന് കോമൺ ആയിട്ടുള്ള ആളാരായിരുന്നു? 10⁻³ അല്ലെങ്കിൽ മില്ലി എന്ന് പറയാം നമുക്ക്, 1 മില്ലി.
അപ്പോൾ 10⁻³ മോ. അതാണ് നമ്മുടെ y12 ഓർ y21. ഇനി നെക്സ്റ്റ് ആരല്ലേ y22. അപ്പോൾ y22 കാണാൻ വീണ്ടും അഗെയിൻ സഫിക്സ് നോക്കുമ്പോൾ 2 ആണ്. അതായത് സെക്കൻഡ് നോഡ് മാത്രം കൺസിഡർ ചെയ്യുക. സെക്കൻഡ് നോഡിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ള 2 അഡ്മിറ്റൻസിൻ്റെ സമ്മ് നോക്കാം. 1 കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് നോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള 2 അഡ്മിറ്റൻസ്, ഒന്ന് 0.5 പിന്നെ ഒന്ന് 1 മില്ലി. അപ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 1.5 എന്ന് കിട്ടും. 1.5 ഇൻറ്റു 10⁻³ മോ. അപ്പോൾ നമുക്ക് y11 ആയി, y22 ആയി, y12 ആൻഡ് y21 എല്ലാ പാരാമീറ്റേഴ്സും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് വേണമെങ്കിൽ നമ്മുടെ ജനറൽ ഇക്വേഷൻസ് ഒക്കെ എഴുതാം കേട്ടോ. y11 = i1/v1, y12 = i1/v2, y21 = i2/v1 and y22 = i2/v2. അപ്പോൾ ഇക്വേഷൻസ് എല്ലാം എഴുതണമെങ്കിൽ എഴുതി വെച്ചോളൂ. ഇക്വേഷൻസിനൊരു മാർക്ക് ഉണ്ടാവും. പക്ഷേ ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈസി ആയിട്ട് മെത്തേഡുകൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ അതായത് പൈ നെറ്റ്വർക്ക് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള നെറ്റ്വർക്കാണ് തന്നതെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ സെഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ മെഷ് ആൻഡ് നോഡ് അനാലിസിസ് ആണ് മെയിൻലി ചെയ്യുക. നോഡ് അനാലിസിസ് ഒക്കെ ചെയ്തിട്ട് വേണ്ടി വരും കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എളുപ്പത്തിന് പൈ നെറ്റ്വർക്ക് ആണെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അത് AC ആണെങ്കിലും DC സർക്യൂട്ടാണ്. അപ്പോൾ രണ്ടിലും അത് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇക്വേഷൻസ് അല്ലെങ്കിൽ മെത്തേഡ് ഓർത്ത് വെച്ചിട്ട് പ്രോബ്ലം ആൻസർ ചെയ്യാൻ നോക്കുക. എല്ലാവർക്കും മനസ്സിലാവുന്ന ഈസി പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പൈ അല്ലാതെ വേറൊരു ഷേപ്പിൽ നെറ്റ്വർക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് y പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം.